നല്ല വെയിലുണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് വെയിലിട്ട് അടിപൊളി ഫുഡ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾ കേൾക്കാത്ത ടൈപ്പ് ബിരിയാണി തന്നെ ആയിരിക്കും. അൽഫഹാം ബിരിയാണി, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി സാധനമാണ് അല്ലേ? അപ്പോൾ നമുക്ക് അൽഫഹാം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിവിടെ ഒരു കോഴിഞ്ഞ 4 പീസായിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ 1 2 3 4. അപ്പോൾ കോഴിൻ്റെ നട്ടൽ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്ത് കഴുകിയെടുത്ത ചിക്കനിൽ നമുക്ക് വരയിടാം. അപ്പോൾ വരയിടുമ്പോൾ നല്ല ആഴത്തിൽ ഇട്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ജ്യൂസി ആയിട്ട് ഇങ്ങനെ കഴിക്കാം. അൽഫഹാമിനുള്ള മസാല തയ്യാറാക്കാം. ആ ചട്ടി വെക്കാം. ജീരകം, പെരുംജീരകം, പട്ട, ക്രാമ്പ്, ബേ ലീവ്സ്, വറമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുക. ഈ അൽഫാമിന് മസാല തന്നെ തയ്യാറാക്കുമ്പോൾ എന്താ മണല്ലേ സോല? ആദ്യം ഓയിൽ ഒഴിക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തെടുക്കുക. ഉള്ളി വറുത്തെടുക്കുക. അൽഫഹാമിനോട് മസാല തയ്യാറാക്കാം. ആദ്യം പച്ചമുളക് അരച്ചത്, വറുത്ത് പൊടിച്ചെടുത്ത അൽഫഹാം മസാല, ഉപ്പ്, നാരങ്ങ നീര്, തൈര്, മുട്ട. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അൽഫഹാമിൽ പുരട്ടിയെടുക്കുക. അത് മിക്സ് ചെയ്യാം. നന്നായിട്ട് പിടിക്കണ പോലെ വരയിട്ട് അവിടെ നന്നായിട്ടൊന്ന് അമർത്തി തേച്ച് കൊടുക്കുക. അൽഫഹാം പറയുമ്പോൾ നല്ല മസാലയൊക്കെ നല്ല കടിച്ചെടുക്കുമ്പോൾ ജ്യൂസി വരണം അല്ലേ? അപ്പോൾ അൽഫഹാമിനുള്ള ഗ്രില്ല് വെച്ച് കൊടുക്കുക. അപ്പോൾ 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. മഴ വരുന്നുണ്ട്. ആ മഴ വരുന്ന മുന്നേ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ അൽഫഹാം. മഴ വരട്ടെ. മഴയും അൽഫഹാമും പൊളിക്കും. അതും പൊളിക്കും അല്ലേ? ഓ, ഭയങ്കര ചൂട്. പൊളിക്കും. അയ്യോ, പൊളിക്കും. അയ്യോ, കട്ടക്കായി. നമുക്ക് ഓയിലിനോട് തേച്ച് കൊടുക്കാം എല്ലാവരുടെയും.
അപ്പോൾ അടുത്ത റൗണ്ട് ചിക്കൻ കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനൊക്കെ നമ്മൾ നന്നായി വെന്തിട്ടുണ്ട്. പക്ഷേ ഉള്ളൊക്കെ ഒന്ന് ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് ഇട്ടിട്ട് ഉള്ളൊക്കെ നന്നായി വേകും. സെൻറ്ററത്തെ നമുക്കൊന്ന് അടിപൊളിയാക്കാം. ഇനി ബിരിയാണി തയ്യാറാക്കാം. ചട്ടി വെച്ച് സ്റ്റാർട്ടാക്കാം. ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ആദ്യം വെള്ളത്തിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ബേ ലീവ്സ്, ഒരൽപ്പം കുരുമുളക്. അപ്പോൾ കുതിർത്തെടുത്ത ബസ്മതി അരി നമുക്കിതിലേക്ക് ഇടാം. അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആരെങ്കിലും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഡയലോഗ് പറയുമ്പോഴേക്കും പിഴിഞ്ഞു വരും. ഉപ്പ്, ചോറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം. അൽഫാം ബിരിയാണി തയ്യാറാക്കി എടുക്കുക. നെയ്യ്, ഓയിൽ, പച്ച ബേ ലീഫ്, വെളിയുള്ളി, ചതച്ചെടുത്ത പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ചെറിയുള്ളി ചതച്ചെടുത്തത്, തക്കാളി അരിഞ്ഞത്, ബിരിയാണി മസാല, അപ്പോഴേ അരച്ചെടുത്ത അൽഫാമിൻ്റെ മസാല, ഉപ്പ്. അപ്പോൾ അൽഫാം നമ്മൾ ഈ ഗ്രേവിയിൽ ഇറക്കി വെക്കാൻ പോകണം. ഓരോന്നോരോന്നായിട്ട് ഇറക്കടാ. മണമുണ്ട് സല. എന്താ മണല്ലേ ബിരിയാണിൻ്റെ മസാലയും അൽഫാമിൻ്റെ ഒക്കെ. ഇത് പൊളിക്കൂലേ. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു തൈരിട്ട് കൊടുക്കാം. നാരങ്ങ കുറച്ച് പിഴിഞ്ഞെടുക്കാം. അൽഫാമിന് ദമ്മിടാൻ വേണ്ടി നമുക്ക് 5 പീസ് ചിക്കനും കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി ചെയ്യുന്നു. എന്താ ചന്തം, എന്താ മണല്ലേ. ആഹാ സൂപ്പർ ഉണ്ടല്ലേ അല്ല. എന്താല്ലേ നമ്മൾ ചോറ് നമുക്ക് ഇതിൽ കൊട്ടുകൊടുക്കാം. നമുക്കിതിൽ പാതിയാണ് നമ്മളിപ്പോൾ കൊട്ടാൻ പോകുന്നത്. നെയ്യ്, മല്ലി, പുതിന, വറുത്തെടുത്ത കശുവണ്ടിയും മുന്തിരിയും, വറുത്ത ഉള്ളി, നമ്മുടെ അടുത്ത ലെയർ അൽഫാം. ഫില്ലാക്കി വെക്കാം എല്ലാവരും.
ഇനി അടുത്ത ലെയർ കൂടെ നമുക്ക് റൈസ് ഇതിൽ കൊട്ടാം. കേട്ടോ നെയ്യ് വറുത്തെടുത്ത കശുവണ്ടിയും മുന്തിരിയും. വലിയ പുതിയ നമ്മളെ ഗ്രില്ല് ചെയ്ത അൽഫഹാം. വറുത്ത ഉള്ളി, ഗരം മസാല. കുറച്ച് നല്ല മണം കിട്ടാൻ വേണ്ടി നമ്മൾ ഗരം മസാല ലാസ്റ്റ് ഇടുന്നത്. നമുക്കിതൊന്ന് ദമ്മിട്ടാം. ഇനി നമ്മൾ ദമ്മ് പൊട്ടിക്കാം. അയ്യ അൽഫഹാം ബിരിയാണി പൊളിക്കും. ആദ്യമായിട്ടാണ് നമ്മൾ അൽഫാം ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അൽഫഹാം ബിരിയാണി ഒന്നിച്ചില്ലേ, പൊളിക്കും. എന്തല്ലേ മണം, മണം ഒരു രക്ഷയില്ലാ ശരിക്കും പറഞ്ഞാൽ. അൽഫാമിന് ആ മസാല കൂടി ഇതിലിട്ടപ്പോൾ പൊളിച്ച്. മസാല ഒരു രക്ഷയില്ലാ. എന്താ അപ്പോൾ അൽഫാം ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കുറേ പേരുണ്ടല്ലേ? കുറേ ചെക്കന്മാരൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്തോ? അപ്പോൾ എല്ലാവരും കഴിച്ചോ, എല്ലാവരും ഒപ്പം കഴിച്ചോ. കഴിക്കല്ലേ? മയോനൈസും ഉണ്ട്, കെച്ചമ്പറും ഉണ്ട്. ആദ്യമായിട്ടാണ് എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നത്. അൽഫാം ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ടേസ്റ്റ്. മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി. എനിക്ക് ഈ അൽഫാമിന് ചിക്കൻ വന്നില്ല. ചിക്കൻ കിട്ടില്ല ഇവിടെ. കറക്റ്റ് എരിവ്, ഉപ്പ്, പുളിയൊക്കെ കറക്റ്റ്. മസാല ഒക്കെ സെറ്റ് പിടിച്ചിട്ടുണ്ടല്ലേ? ഏണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോ. പൊളില്ലേ? സംഭവം പൊളിയല്ലേ? അജു എങ്ങനെയുണ്ട്? അടിപൊളി. മൈനസ് എടുത്തോ? മൈനസ് വേണോ? അവിടെ ഉണ്ടോ മൈനസ് ഉണ്ടോ? ഇല്ല, അപ്പുറത്താണ്. എങ്ങനെയുണ്ട് അപ്പോൾ സംഭവം? റൈസും അൽഫാമും എല്ലാം കറക്റ്റ് മിക്സിംഗ് ആണ്. സൂപ്പറായിട്ട്. അൽഫാം ഒരു പീസ് എടുത്തിട്ട് ഈ മൈനസും സലാഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിക്കാൻ നല്ല ടേസ്റ്റ്. ആദ്യമായിട്ട് അൽഫാം ബിരിയാണി കഴിക്കണം. ഫസ്റ്റ് ടൈമാണ് അൽഫാം ബിരിയാണി.
നമ്മൾ അതെ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ സംഗതി അടിപൊളി. അപ്പോൾ നമ്മൾ രാവിലെ വന്നാണ്, ഇപ്പോൾ ഏകദേശം ഇരുട്ടാവാനായി. കണ്ട മനസ്സിലാവില്ലേ, വീഡിയോയിൽ കണ്ട മനസ്സിലാവും, ആകെ ഇരുട്ടാവാനായി. അപ്പോൾ നമ്മൾ വേഗം ഈ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കണം അമർത്തിയാലേ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.